ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി. ഫസ്റ്റ് ഇത് കുറച്ച് പ്രോസസ് ആവാൻ ടൈം എടുത്ത്, ലാസ്റ്റ് ആ പേര് കണ്ടപ്പം അയ്യോ ലൈഫിൽ ആ മൊമെന്റ് ഒരിക്കലും മറക്കാം. എന്റെ ഉമ്മന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. പണ്ട് തൊട്ടേ പറയും, ഒരു ഗവൺമെന്റ് ജോലി അടിപൊളിയാണ്, ഒരു ഗവൺമെന്റ് ജോലി വേണം. അതായത് ആൾക്ക് പറ്റാതെ പോയത് എന്നിൽ നിന്ന് സാധിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാന്നുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഞാന് ഉമ്മക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് എന്നും $2024 SSC CGL എക്സാം റിസൾട്ട് ഈ കഴിഞ്ഞ മാർച്ച് 12 കറക്റ്റ് 12 മണിക്കാണ് റിസൾട്ട് SSC പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ആ സമയത്ത് ഉറക്കത്തിലായിരുന്നു. എനിക്ക് കോൾ വന്നു, സാർ CGL റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി ആയിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളുടെ പേര് എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു പേര് അത് മുഹമ്മദ് ആഷിൽ എന്ന് പറയുന്നൊരു പേരായിരുന്നു. കാരണം ആഷിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോയിൽ. എനിക്കിപ്പോൾ അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആഷിലിനെ കുറിച്ച് പറയാനുണ്ട്. ആഷിലൂടെ ജോയിൻ ചെയ്ത സമയത്ത് നമ്മളൊരു 50% ഹോപ്പ് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടണം. ആഷിലിന്റെ മുഖത്തുള്ള ആ കണ്ട അന്നത്തെ ടെൻഷൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ ടെൻഷൻ എന്താവും എന്നുള്ള ടെൻഷനാണോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതാവോ എന്നുള്ള ടെൻഷനാണോ എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷെ ആ ടെൻഷൻ ആഷിലിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു. പക്ഷേ 2023 മെയ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു. 2024 CGL ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആഷിലിന് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഒരു അധ്യാപകർ എന്ന നിലയ്ക്ക് എനിക്ക് വേറെ കിട്ടാനില്ല. ആഷിലിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ആഷിലൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് CGL ക്രാക്ക് ചെയ്യാൻ പറ്റുക, അപ്പൊ നിന്റെ കൂടെ തന്നെ നമ്മളെ വേറെ സ്റ്റുഡൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറി എന്താണ് ആഷിലിന് ആ സമയത്ത്? ഞാൻ ആഷിലത്തെ സ്ട്രഗിൾ നേരിട്ട് കണ്ടാണ്. എല്ലാവരും ചെയ്യുന്ന സ്ട്രഗിൾസ് ഞാൻ നേരിട്ട് കാണാറുണ്ട്. എങ്കിലും ആഷിലിൻ്റെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒരു പേഴ്സണൽ മോഡ് നമ്മളതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് SSC CGL ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു സന്തോഷം ആഷിലിന് എങ്ങനെയായിരുന്നു ആ സമയത്ത് അത് ഫീൽ ചെയ്തത്? ഞാൻ എനിക്ക് പേഴ്സണലി എക്സ്പെക്റ്റഡ് ആയിരുന്നു റിസൾട്ട് ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. ഏകദേശം ആ സമയമായപ്പം ഏകദേശം ഒരു ഉറപ്പായിരുന്നു. പിന്നെ എന്റെ സന്തോഷമല്ലായിരുന്നു റിസൾട്ടില് ഞാൻ ഫസ്റ്റ് ഉമ്മാനെ വിളിച്ചത്. ആളാണ് ഏറ്റവും വലിയ ഹാപ്പി ആയ. ശരിക്കും പറഞ്ഞ ആളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടതും അതായത് ഡിഗ്രി കഴിഞ്ഞപാടെ എനിക്ക് 2 ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം അത് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇയർ വെറുതെ കയറിയാണ്. ഇങ്ങനെ ഒരു SSC ഇത്രയും വലിയൊരു തട്ടകത്തിലേക്ക് വരികയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സ്ഥലത്തെത്തി. പിന്നെ ഒരു 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്, ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം എന്റെ ബാക്ക് പേപ്പർ ക്ലിയർ ആയി 2023 എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അടുത്ത വർഷം എന്തായാലും ലൈഫിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വിചാരിച്ച് ഒറ്റ വട്ടം ഈ ഒരു അറ്റംപ്റ്റിൽ കിട്ടുക, ഇല്ലെങ്കിൽ നിർത്തുക. അങ്ങനെയുള്ള നമ്മളൊരു സെൽഫ് ടെസ്റ്റ് ഉണ്ടാവില്ലേ, നമ്മളെ കൊണ്ട് പറ്റുമല്ലോ എന്ന് അറിയണല്ലോ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ എന്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് ഫോളോ ചെയ്ത്. നമ്മളെ ലാബ് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് എപ്പോഴും നമുക്ക് ഡെയിലി നമ്മളെ ചുറ്റുള്ളൊരു നമ്മള് വരുമ്പേ വരിക, നമ്മള് വന്നിട്ടും പോകുന്നില്ല എന്നൊക്കെ കാണുമ്പോ അയ്യോ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അത്താഴത്തിന്റെ സമയത്ത് ഞാൻ അറിഞ്ഞത് റിസൾട്ട്. എന്തായാലും ഈ പാതിരാത്രിക്ക് റിസൾട്ട് വരിക എന്നെ സംബന്ധിച്ച് എന്റെ ടെൻഷൻ ഇത് ആരൊക്കെ കയറി എന്നുള്ള ടെൻഷനാണ്. അപ്പം നമ്മൾ വിചാരിച്ച ഒരുപാട് ആൾക്കാർ കയറാതിരിക്കുവോ, കാരണം എനിക്ക് കയറുന്നത് സന്തോഷവും കയറാതിരിക്കുന്ന അതിലൊരു വിഷമമാണ്. അപ്പം ആരൊക്കെ കയറുന്ന ടെൻഷൻ എനിക്കുണ്ട്. അപ്പൊ ഇത് നോക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ടെൻഷൻ ഉണ്ടാണ്? ആ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരുന്നു ആ റിസൾട്ട് അറിഞ്ഞ സമയത്ത്? അയ്യോ, അത്താഴം കഴിക്കാൻ പോകുന്ന സമയത്ത് അപ്പൊ അത്താഴം കഴിക്കുന്ന സമയത്ത് വണ്ടിന്റെ ബാക്കിൽ നോക്കുന്നത്, ഫോണെടുത്ത് കൈ വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി. ഫസ്റ്റ് ഇത് കുറച്ച് പ്രോസസ് ആവാൻ ടൈം എടുത്ത്, ലാസ്റ്റ് ആ പേര് കണ്ടപ്പം അയ്യോ ലൈഫിൽ ആ മൊമെന്റ് ഒരിക്കലും മറക്കാം. അതായത് എന്റെ ഉമ്മന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. പണ്ട് തൊട്ടേ പറയും, ഒരു ഗവൺമെന്റ് ജോലി അടിപൊളിയാണ്, ഒരു ഗവൺമെന്റ് ജോലി വേണം. അതായത് ആൾക്ക് പറ്റാതെ പോയത് എന്നിൽ നിന്ന് സാധിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്.
അപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാന്നുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഞാന് ഉമ്മക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് Okay, great. എന്നും എന്നും As a son, she will be proud of you. Yeah. Okay. And ഇനിയിപ്പോ നമ്മള് ഈ SSC കടന്നു, അഡ്മിഷൻ വന്ന് എടുത്തു. ഒരു ചോയ്സ് ആയിരുന്നു അത്. നീ അറിഞ്ഞത് പിന്നെയാണ് SSC ഇത്രയും വലിയൊരു സംഭവം എന്നുള്ളത് അറിഞ്ഞത് പിന്നെയാണ്. ഭയങ്കര ടഫാണ്. അവിടുന്ന് തിരിച്ചു പോക്ക് നിനക്ക് ആവാമായിരുന്നു. എന്നെ കൊണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. കാരണം നമുക്കിപ്പം ഒരു കുറച്ച് സ്റ്റുഡൻസിനെ, നമുക്കിപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ പിടിച്ചു നിർത്തുന്നതിൽ പരിധിയില്ല. കാരണം അവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അവരും കൈവിട്ടു പോകും. കാരണം അവർക്ക് വേറെ എൻഗേജ്മെന്റ്സും കമ്മിറ്റ്മെന്റ്സും കോഴ്സിലൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകും. പക്ഷെ അവിടെ നിന്ന് ഒരു തിരിച്ചുപോക്ക് ഇല്ലാതെ പിടിച്ചിരിക്കുന്നവരാണ് ഈ വിജയികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരാളാണ് ആഷിൽ. അപ്പൊ അവിടെ നിന്ന് തിരിച്ചുപോക്കിനുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ആഷിന്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാവും. അതായത് അങ്ങനെ ഒരു തിരിച്ചുപോക്ക്, കാരണം എനിക്കിത് വരാനുണ്ടായിരുന്ന റീസൺ അത്രയും സ്ട്രോങ് ആയിരുന്നു. യെസ്. അതായത് ഇതിന്റെ ബിഹേവിയറിൽ എന്താണോ നമ്മളെ റീസൺ, അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പം ആ റീസൺ വെച്ച് നോക്കുമ്പോ എന്റെ തിരിച്ചു നോക്കുമ്പോ എന്റെ ഗീവ് അപ്പ് ഒന്നൊന്നുമല്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോ ഒന്നല്ലേ ഡു അല്ലേ ഡൈ, ആ ഒരു തീർച്ചയായിട്ടും. ഇനി ഇതില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റിസൾട്ട് അറിഞ്ഞു, വളരെ സന്തോഷം. പിന്നെ ഉമ്മാന്റെ കാര്യത്തിൽ അതെ, ഫാമിലിയുടെ കാര്യത്തിൽ അതെ, വലിയൊരു പ്രൗഡ് അച്ചീവ്മെന്റ്, പ്രൗഡ് മൂവ്മെന്റ് അന്ന് ഉണ്ടായി. ആഷിൽ ഒന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം ക്ലാസ് മെയ് ബാച്ചിലാണ് പിന്നെ ആഷിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ പോവാണ്. അപ്പൊ അവിടെ നിന്ന് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെരാന്ത റൈസിന് കിട്ടിയ ഒരു സപ്പോർട്ട് ക്ലാസ്സിൽ നിന്നായാലും സർക്കിളിൽ നിന്നായാലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മെന്ററുടെ ഒരു റോള്, ടീച്ചേഴ്സിന്റെ റോള്. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയൊരു ലോകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അപ്പം ഇൻട്രൊഡക്ഷൻ കാര്യങ്ങള് ഉമ്മച്ചിയാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടത്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ആസ് എ ഫെസിലിറ്റി നല്ല വലിയ ക്ലാസ് റൂം കാര്യങ്ങളും, എന്താ അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻസും, ആ ഒരു കോമ്പറ്റീഷൻ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി. അതെ, അപ്പോ 100 സംതിങ് അതിന്റെ പക്ഷെ സാറന്ന് പറഞ്ഞിരുന്നു, സാറായിരുന്നു അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തത്. അപ്പൊ പറഞ്ഞിരുന്നു ഈ വേല് ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും കോമ്പറ്റീഷൻ ഇങ്ങനെ ഷോർട്ടായി വരുന്ന അങ്ങനെ, അതായത് ഈ ഒരു പേഷ്യൻസ്, അതും ആ മൈൻഡ് സെറ്റും ഭയങ്കരമാണ്. അപ്പം എനിക്ക് മെന്റർ ഓഫ് കോഴ്സ് നമ്മളെ സംഗീത് സാർ എന്ന് പറഞ്ഞ മെന്റർ ആയിരുന്നു. അപ്പം സാറ് നല്ല സപ്പോർട്ട് ആയിരുന്നു. സാറ് ഇപ്പൊ എന്റെ മെയിൻസിന് തൊട്ട് മുമ്പായാലും, അതായത് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു എന്താ സാർ ചെയ്യണ്ടേ, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവര് പറയും എക്സാം ഇങ്ങനെയൊക്കെയാണ് പാറ്റേൺ, അപ്പം ടൈപ്പിംഗ് ഒക്കെ നല്ല ശ്രദ്ധിക്കണം, ആ സമയത്ത് നല്ല ടെൻഷൻ ആവും, ആൾക്കാർ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാകും എന്നൊക്കെ പറയും നമ്മൾക്ക്. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാവരും. പിന്നെ ലാബ് ഞാൻ പറയുമ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടെങ്കിൽ, ആ ലാബ് മര്യാദയ്ക്ക് യൂസ് ചെയ്യാനുള്ള ഒരു മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ സുഖസുന്ദരായിട്ട് ആർക്കായാലും, എന്നെ പോലെ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഞാൻ അങ്ങനെ എക്സ്ട്രീം ബ്രില്യൻസോ ഒന്നും ഉള്ളൊരു എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ ആർക്കും സുഖമായിട്ട് എന്താ പറയാ. കാരണം അത് നമ്മളൊരു നെവർ ഗീവ് അപ്പ് ഒരു മെന്റാലിറ്റി മാത്രമേ അവിടെ വേണമെന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇന്നത് വീക്ക് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു മെസ്സേജാണ് ആഷിഫ് കൊടുത്തത്. ഓക്കെ, ഇതില് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവല്ലോ, സ്റ്റഡി പ്ലാൻ എന്തായാലും നമുക്ക് വേണം. അപ്പം ആഷിലിന്റെ ഈ ഞാൻ നോർമലി ഒരു സ്റ്റുഡന്റിന്റെ വിജയം, ഒരു റിസൾട്ട് അറിഞ്ഞാൽ ഞാൻ ആക്ച്വലി പാരന്റ്സിനെ വിളിക്കാറില്ല. ഞാൻ ആദ്യം സ്റ്റുഡന്റിനെ വിളിക്കാം. പക്ഷെ ഞാൻ ആഷിലിനെ വിളിച്ച ഉടനെ നേരത്തെ ചെയ്ത് ആഷിലിന്റെ ഉമ്മനെ വിളിക്കുക ചെയ്തത്. കാരണം അന്ന് അവരെടുത്ത ചോയ്സിന്റെ ഒരു റിസ്ക് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ആഷിലിന്റെ ഉമ്മനെ വിളിച്ചത്. അപ്പൊ അന്നങ്ങനെ വിളിച്ച സമയത്ത് ഉമ്മ ഷെയർ ചെയ്ത സന്തോഷം, എന്നോട് ഷെയർ ചെയ്ത സന്തോഷം എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പൊ ഇതില് ആഷിൽ യൂസ് ചെയ്ത് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ആഷിൽ യൂസ് സ്ട്രാറ്റജി. അപ്പൊ അന്ന് എന്നോട് ഉമ്മ പറഞ്ഞൊരു കാര്യം തന്നെ അറിയാം, എങ്ങനെയാ സാറെ കിട്ടാതിരിക്കുക, ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല, വീട്ടിൽ വിളിച്ച ഫോൺ എടുക്കില്ല, ലാപ് ടൈമിൽ പ്രാക്ടീസിലായിരിക്കും. പിന്നെ അവൻ ആകെ വിളിക്കുന്നത് ഭക്ഷണം പോയി പോകുന്ന സമയത്താണ്. പിന്നെ അവൻ ആകെ പോകുന്ന പള്ളിയിലേക്കാണ്, പിന്നെ ഉറങ്ങാൻ ഹോസ്റ്റലിലേക്കാണ്. ഈ 4 ആയിരുന്നു. നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു ആക്ച്വലി ആ സമയത്ത് ആക്ച്വലി എടുത്തതുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് അന്നും അങ്ങനെ പറഞ്ഞപ്പോഴാണ്. ഇതിലെ എനിക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിന് ഇങ്ങനെ ഒരു സാധനം ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി, ഒരു പ്ലാൻ പറയാം. എന്റെ പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ SSC എന്ന് പറയുന്നതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. അപ്പം നമുക്കിത് തുടങ്ങി ഇത് തീർക്കാൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു പോസിബിളായ കാര്യമല്ല. ഒരിക്കലും ഒരാളെ കൊണ്ടും ഇതിലുള്ള എല്ലാ സിലബസും നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പം ചൂസി ആയിട്ട് കുറച്ചാണെങ്കിലും അത് നന്നായിട്ട് മൾട്ടിപ്പിൾ റിവൈസ് ചെയ്യാം. പിന്നെ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ, അതായത് നമ്മളിപ്പം ഒരു പേപ്പറിൽ എങ്ങനെ ആൻസർ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ
അവിടെ നമ്മൾ എത്ര എഴുതിയെന്നൊന്നുമില്ല SSC CGL. SSC CGL എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ആ 2 മണിക്കൂറിൽ നമ്മൾ ആ 1 ഇയറിന്റെ ഫുൾ എഫേർട്ടും അവിടെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും അത്, അല്ലെങ്കിൽ വീണ്ടും സീറോയിലേക്ക്. അതെ, അതായത് ഈ ഗവൺമെന്റ് എക്സാമിന്റെ പ്രത്യേകത, അതായത് വേറെ ഏത് കോഴ്സ് എടുത്താലും നമുക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രിലിംസ് നമ്മൾ ക്രാക്ക് ചെയ്ത് മെയിൻസിലെത്തി, അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സീറോ, വീണ്ടും ഒരു പുതിയ ആസ്പിരന്റിന്റെ ഇതിലേക്കാം. അപ്പം ആ ഒരു മൈൻഡിൽ നമ്മൾ എടുക്കുമ്പോൾ തിരിച്ചു പോക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും പറ്റുന്ന എത്രയാണോ, ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ അത് എടുത്ത് മൾട്ടിപ്പിൾ റിവൈസ് ചെയ്യുക. മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട, അവർ ചിലപ്പോൾ നമ്മളെക്കാട്ടിൽ 1 ഇയറോ 2 ഇയറോ മുമ്പ് തുടങ്ങിയവരായിരിക്കും, ചിലപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയവരായിരിക്കും. നമ്മളെ പ്ലാന്, നമ്മളെ കാര്യം നോക്കുക. മറ്റുള്ളവരെ ലാബിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പുറത്തുള്ള ഒരു നല്ല സ്കോറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും, അയ്യോ സെൽഫ് ഡൗട്ടൊക്കെ വരും, നമ്മളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ. ഒന്നും പേടിക്കേണ്ട, നമ്മളെ ഉള്ളിൽ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലൈഫിൽ ഒരു വട്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് വേണമല്ലോ, അതായത് ഒന്നല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ എന്ന് അറിയണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ സക്സസ് കിട്ടിയാല് ഈ ഒരു മൊമെന്റ് നല്ല സന്തോഷമുള്ള മൊമെന്റാണ്. അപ്പോൾ അത് കിട്ടാന്ന് പറയുന്നത് സ്ട്രഗിളൊക്കെ ഉണ്ടാവും, പക്ഷെ അധികം സ്ട്രഗിളും ചെയ്യണ്ടെന്ന് ഞാൻ പറയും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം, എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളെ വിശ്വാസങ്ങളും എല്ലാം ചേർത്ത് പിടിച്ച് നമ്മളെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചും നമ്മളെ ഷെയർ ചെയ്തും ജീവിച്ച് എല്ലാം മാനേജ് ചെയ്യണം. അതെ, ഇപ്പം കൂടുതൽ മാനേജ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതിലെ ആഷിലിനെ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ മാത്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നില്ല. ഇംഗ്ലീഷാണ് ആസ് എന്റെ +2 എനിക്കൊരു പ്രശ്നം ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഇതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം കണ്ടെത്തിയത്. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ഇതിന്റെ കോർ. അതുണ്ടെങ്കിൽ തന്നെ നമ്മളെ റീഡിങ് എബിലിറ്റി ഇപ്പൊ മാത്സിലായാലും ഒരു നമ്മളെ വായിച്ച് മനസ്സിലാക്കണല്ലോ. അതായത് അപ്രോക്സ് 30 to 45 seconds ആണ് ഒരു ക്വസ്റ്റ്യന് നമുക്കുള്ളത്. അപ്പം അത് വായിച്ച് കൺസെപ്റ്റ് ഓർമ്മ വന്ന് ക്ലിക്കായി അത് പിന്നെ പേപ്പറിലേക്ക് എത്തിക്കുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇംഗ്ലീഷിന് നല്ല ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ മാക്സിമം റീസണിങ്ങും പ്രാക്ടീസാണ്. പിന്നെ GK അറിയാലോ, അത് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അവിടെ നമ്മളെ ആപ്റ്റിറ്റ്യൂഡും നമ്മളെ കഴിവും കോൺഫിഡൻസും നമ്മളെ മെന്റാലിറ്റി SSC അതാണ്. നമ്മളെ കൂടുതൽ സിലബസ് മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ അക്കാഡമിക്കറായി കാലിബർ ഉള്ള ഒരു കുട്ടിക്കോ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റൂല. അത് മാത്രമല്ല SSC CGL അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നുണ്ട്, നല്ല അളക്കുന്നുണ്ട്. അപ്പം കുറഞ്ഞ ടൈമിൽ ഇത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് അത്ര വേഗം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം എല്ലാ മേഖലയിലും നമുക്ക് ആ ഒരു ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. GK എങ്ങനെ മാനേജ് ചെയ്തപ്പം? GK ഒരു മന്ത് എടുത്തു ഞാൻ. അതായത് ഏകദേശം ഞാൻ സിലബസ് കൊടുത്തു. ഞാൻ മോക്ക് ടെസ്റ്റ് ആദ്യത്തെ 3 മന്ത് ഞാൻ സിലബസിന് മാത്രമാണ് കൊടുത്തത്, വേറെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. എന്റെ ഞാൻ ഗവൺമെന്റ് എക്സാം ഫസ്റ്റ് ടൈം, അതായത് വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഈ CGL വേണ്ടി മാത്രം പഠിച്ചത്. ഇതിനു മുമ്പ് ഒരു CHS ഞാൻ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ ഒരു ഫീവർ ആയിട്ട് ഒരു മാർക്ക് 1/2 മാർക്കിനായിട്ട് എനിക്ക് പ്രീ കിട്ടിയില്ല. പക്ഷെ എനിക്കറിയായിരുന്നു അതല്ല എന്റെ ബെസ്റ്റ്, എനിക്ക് CGL കൊടുക്കാൻ പറ്റും. അത് കിട്ടിയല്ലോ. പിന്നെ നമുക്ക് പഠിക്കാണ്ട് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, അതായത് ആൾക്കാർക്ക് സ്കില്ല് കൂടുതലും +2 ജോബ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കിട്ടാണ് ഡിഗ്രി ലെവൽ തന്നെ കിട്ടണം. നല്ല തീരുമാനം.